ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കർക്കിടക കഞ്ഞിയിൽ കൂവപ്പൊടി കൊണ്ടുള്ള ഒരു കഞ്ഞിയാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ എൻ്റെ മൺചട്ടിയിൽ 3 ഗ്ലാസ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തന്നെ ചൂടാക്കരുത്, എല്ലാ സാധനങ്ങളും കലക്കിയ ശേഷമേ ചൂടാക്കാൻ പറ്റുകയുള്ളൂ. ഇത് കൂവപ്പൊടിയാണ്. ഞാനിത് വേനൽക്കാലത്ത് തൊടിയിൽ നിന്നും പറിച്ചെടുത്ത കൂവക്കിഴങ്ങ് കൊണ്ട് നല്ലപോലെ ഉണക്കി എടുത്തു വെച്ച പൊടിയാണ്. അപ്പോൾ ഈ പൊടിയിൽ നിന്നും ഞാൻ 2 ടീസ്പൂൺ അളവിൽ പൊടിയാണ് എടുക്കുന്നത്. കാരണം ഇത് അധികം നമ്മൾ കഴിക്കാൻ പാടുകയില്ല. അപ്പോൾ 2 സ്പൂൺ കൂവപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ കൂവപ്പൊടിയിൽ അധികം പിടിക്കില്ല, അപ്പോൾ നമ്മൾ പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. ഒരു തവി വെച്ച് നമുക്ക് നല്ലപോലെ ഒന്നത് കലക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഈ കൂവക്കഞ്ഞി വളരെ നല്ലതാണ് കുടിക്കുന്നത്. ഏത് കാലത്തും ഇത് കുടിക്കാം. പക്ഷേ കർക്കിടക മാസത്തിൽ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലത് വേഗം പിടിക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനെൻ്റെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നിർത്താതെ ഇങ്ങനെ ഇളക്കണം. ഒരു 5 മിനിറ്റോളം ഇളക്കുമ്പോൾ ഈ കൂവപ്പൊടി ഇതിൽ കിടന്ന് വേവും. ഇത് പച്ചയ്ക്ക് ഇങ്ങനെ കുടിക്കരുത്, വയറിന് അസുഖം വരുത്തും. ഈ ഒരു കൂവപ്പൊടി നല്ലപോലെ കുറുക്കി കൊടുത്താൽ വയറിളക്കം നിൽക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. വയറിളക്കം ബാധിച്ച കുട്ടികൾക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ കുറുകരുത്. ഇത് കഞ്ഞി പോലെ തന്നെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്ത ഒരു പരുവം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് വെച്ചിട്ടേ ഉള്ളൂ. 5 മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുക്കാം, തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കഞ്ഞിക്ക് ഈ ഒരു കളറായി കൊഴുത്തു വന്നിട്ടുണ്ട്. ഇത് പതുക്കെ വീഴുള്ളൂ. ഇപ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് കുറുകും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് ശരീരത്തിന് ബലം നൽകും. മഴക്കാലത്ത് നമ്മൾ കഴിച്ചാൽ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 മുറി നാളികേരം ചിരുവിയത് കൂടി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി കുറുകില്ല. അലുമിനിയം ചട്ടികളിലൊക്കെ വെച്ചാൽ വേഗം കുറുകും, കഞ്ഞി കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പാകമായി ഇപ്പോൾ കഞ്ഞി. നമുക്കിത് ഇളം ചൂടോടുകൂടി കുടിക്കാം. കൂവക്കഞ്ഞി റെഡി. കഞ്ഞി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ള ഒരു കഞ്ഞി കൂടിയാണിത്. നല്ല ഒരു സ്വാദുമുണ്ട്, നല്ല ഔഷധ ഗുണവുമാണ്. ഇത് വലിയൊരാൾക്ക് നല്ലപോലെ കുടിക്കാനുണ്ട്. 2 പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഇതിലുണ്ട്. ഒരുപാട് ഇത് കുടിക്കരുത്. ഒരാൾക്കുള്ള അളവാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ.